ഇ.കെ. വിഭാഗം സമസ്തയുമായുള്ള പ്രശ്നത്തിൽ സമവായത്തിനുള്ള ശ്രമം തള്ളി മുസ്ലിം ലീഗ്. കെ.എം.സി.സി. നേതാവ് വഴി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടന്നെങ്കിലും അതിന് വഴങ്ങേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ ധാരണ. സുപ്രഭാതം പത്രത്തെ വിമർശിച്ച മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയോട് വിശദീകരണം ചോദിച്ച നടപടിയാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. അതേസമയം ചീഫ് എഡിറ്റർ കൂടിയായ ബഹാവുദ്ദീൻ നദ്വിക്ക് മറുപടിയുമായി സുപ്രഭാതം പത്രവും രംഗത്തെത്തി. ഇ.കെ. വിഭാഗം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് നയവ്യതിയാനമുണ്ടായെന്നും ചില സമസ്ത നേതാക്കൾ ഇടതുപക്ഷത്തോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുമുള്ള ഗുരുതര വിമർശനമുയർത്തിയത് കേന്ദ്ര മുഷാവറ അംഗവും ലീഗ് അനുകൂലിയുമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള സമസ്ത നേതൃത്വത്തിന്റെ നോട്ടീസുമെത്തി. സമസ്തയുടെ നടപടിയിൽ ഒരു വിഭാഗം നേതാക്കളും മുസ്ലിം ലീഗും കടുത്ത അതൃപ്തിയിലാണ്. ഇതിനു പിന്നാലെയാണ് സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സമവായ ശ്രമമുണ്ടായത്. സുപ്രഭാതം പത്രവുമായി അടുത്ത ബന്ധമുള്ള കെ.എം.സി.സി. നേതാവിനെ മധ്യസ്ഥനാക്കി സമസ്ത നടത്തിയ പ്രശ്നപരിഹാര ശ്രമത്തോട് സഹകരിക്കാൻ ലീഗ് തയ്യാറായില്ലെന്നാണ് സൂചന. മുസ്ലിം ലീഗിനെ നിരന്തരം പരസ്യമായി വിമർശിച്ച ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇല്ലാത്ത നടപടി ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഉണ്ടായത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ലീഗ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചതിലും ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. സമസ്ത നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മുഷാവറ യോഗത്തിൽ മറുപടി പറയാമെന്ന നിലപാടിലാണ് നദ്വി എന്നാണ് സൂചന. അടുത്ത മാസം 5-ന് മുഷാവറ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നയവ്യതിയാനമുണ്ടായെന്ന ബഹാവുദ്ദീൻ നദ്വിയുടെ വിമർശനത്തിന് മറുപടിയുമായി സുപ്രഭാതം പത്രം രംഗത്തെത്തി. വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് പത്രത്തിന്റെ നയമെന്നും അതനുസരിച്ചാണ് ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയതെന്നും സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സൗകര്യമനുസരിച്ചാണ് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന തീയതി നിശ്ചയിച്ചതെന്നും ലേഖനത്തിലുണ്ട്.